പ്രതിഭയുടെ ഈ പ്രസ്താവന തന്നെയാണെങ്കിൽ അതിനെ എത്രത്തോളം ഈ ഇടതുപക്ഷ അനുകൂലികൾ അല്ലെങ്കിൽ ഈ സാംസ്കാരിക നായരൊക്കെ തന്നെ അതിനെ പിന്തുണയ്ക്കുമെന്ന് നമുക്ക് പുറമെ ഒരു പക്ഷേ അവർ പിന്തുണച്ചേക്കാം. കാരണം പ്രതിഭയെ തള്ളിപ്പറയാൻ പറ്റത്തില്ല, അവരുടെ CPM-ന്റെ നേതാവായി പോയി. അതുകൊണ്ട് ഇവർക്ക് അവരെ പിന്തുണയ്ക്കേണ്ട ഒരു ദുർഗതി വന്നേക്കാം. പക്ഷെ അവർ മനസ്സാല് യഥാർത്ഥ ഇടതുപക്ഷക്കാരൊന്നും തന്നെ ഇതിനെ അംഗീകരിക്കാൻ സാധ്യതയില്ല. കാരണം ഇതൊക്കെ എന്ന് പറയുന്നത് വളരെ മിനിമലായിട്ടുള്ള വിഷയങ്ങളാണ് അല്ലെ. ഒരു വ്യക്തി എന്താ പറയുക, വസ്ത്രം ധരിക്കുന്നു, ഏത് അളവിൽ വസ്ത്രം ധരിക്കുന്നു എന്നുള്ളതൊക്കെ തന്നെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതിനകത്ത് മറ്റൊരാൾക്ക് ഇടപെടേണ്ട കാര്യമേ ഇല്ല. പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന് അത്തരത്തിൽ രാഷ്ട്രീയം നോക്കേണ്ട കാര്യമാണ്. ഒരു രാഷ്ട്രീയമാണ് പറയേണ്ടത്. അതിന് മറ്റൊരാളുടെ വസ്ത്രത്തിന്റെ അളവ് അല്ലെങ്കിൽ വസ്ത്രത്തിന്റെ നീളം, വീതി എത്രത്തോളം, അതിന്റെ നീളം കുറഞ്ഞിരിക്കുന്നു, ശരീരത്തിന്റെ ഘടന, അതൊക്കെ പറയുക എന്ന് പറഞ്ഞാല് ഇടതുപക്ഷ രാഷ്ട്രീയം നിലവിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു അപജയത്തിന്റെ ബാക്കി പത്രമാണ്. അത് മാത്രമല്ല, ഈ പ്രതിഭ ഇന്നലെ മറ്റൊരു ടെലിവിഷൻ ഷോയെ കുറിച്ച് വലിയ രീതിയിൽ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് മോഹൻലാല് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഒരു ആങ്കറായിട്ട് പറയുന്ന ബിഗ് ബോസ് എന്ന ഒരു പരിപാടിയാണ്. പേര് പരാമർശിക്കുന്നില്ല. പക്ഷെ പേര് പരാമർശിക്കാതെ തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞ പോലെ തന്നെയാണ് അതിന്റെയും കാര്യം. ഞാൻ ആരെയും പേരെടുത്ത് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കാവുന്നെങ്കിൽ പോലും പേര് പറഞ്ഞില്ലെങ്കിലും വളരെ എന്താ പറയുക, ആ നടനെ കുറിച്ച് വിശേഷണം കൊടുക്കുന്നുണ്ട് ഈ പ്രതിഭ. അത്തരത്തിൽ വലിയൊരു മഹാനടനാണ് ആ പരിപാടി അവതരിപ്പിക്കുന്നതൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഏത് പരിപാടിയാണെന്ന് ഊഹിക്കാൻ കഴിയും. അത് ബിഗ് ബോസ് തന്നെയാണ്. അത് മോഹൻലാല് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിനെതിരെയും പറയുന്നത് പോലെ ഒളിഞ്ഞോട്ട പരിപാടിയാണ്, മറ്റേതാണെന്നൊക്കെ പറയുന്നത്. അങ്ങനെ അതൊക്കെ എന്ന് പറയുന്ന ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ഒക്കെയാണ്. അതിനെയൊക്കെ എന്തിനാണ് ഇങ്ങനെ ഈ രീതിയിലൊക്കെ ഇടതുപക്ഷമല്ലേ വിമർശിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല.